അപ്പൊ തുടങ്ങാം. കസർത്തുമായി കവലയിലോട്ട് ഇറങ്ങുകയാണ്. ഒന്ന് വികസിപ്പിച്ചേക്കണേ. കേരളത്തിന് അഭിമാനിക്കാൻ മറ്റൊരു നേട്ടം കൂടി. തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് UK പാർലമെന്റിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭാ മേയർ എന്ന നിലയിൽ പ്രിയപ്പെട്ട സഖാവ് ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങി. അഭിനന്ദനങ്ങൾ. ഇതാണ് ശൈലജ ടീച്ചറിന്റെ FB പോസ്റ്റ്. ഈ പോസ്റ്റിന് വന്നിട്ടുള്ള കമന്റുകളാണ് ഇന്നത്തെ കവലക്കസർത്തിൽ. ഒരു കമന്റ്: എന്തൊക്കെ ഗിമ്മിക്ക് കാണിച്ചാലും തിരുവനന്തപുരം നഗരസഭ BJP കൊണ്ടുപോകും. അത്രയ്ക്ക് വെറുത്ത ഭരണമാണ് കഴിഞ്ഞ 5 വർഷം നഗരസഭ കാഴ്ചവെച്ചത്. വെറുത്ത ഭരണത്തിനാണോ, അതിനാണോ അവാർഡ്? അല്ല, ഒരു കമന്റ് ഞാൻ ഓർത്തു, AI ആണെന്ന്. AI എന്ന് തന്നെ അല്ലേ, IA എന്നല്ലല്ലോ. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊരു സംഭവം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലാട്ടോ. ഈ ടീമുകൾ പുരസ്കാരം കൊടുക്കുമ്പോൾ ആൾക്കാരുടെ പേരിനൊപ്പം പാർട്ടിയുടെ പേരും എഴുതുമെന്നാണ് തോന്നുന്നത്. ഈ സർട്ടിഫിക്കറ്റ് നോക്കൂ. മേയർ ആര്യ രാജേന്ദ്രൻ, CPIM. ഒരു സംശയം: പരസ്പരം കൊടുക്കുന്ന അവാർഡാണോ? ഒരു കമന്റ്: ഏത് വേൾഡ്, അതിലെങ്ങനെ CPM എന്ന് പേര് വരും? ടീച്ചറമ്മ തരം താഴരുത്. പൊതുജനം കഴുതകളാണെന്ന് തോന്നുന്നു. സത്യമല്ല. ഇനിയെങ്കിലും ശ്രമിച്ചൂടെ ടീച്ചറെ? മേയർ ആര്യ രാജേന്ദ്രൻ, CPM, ലണ്ടൻകാരോട് ചോദിച്ചു മേടിച്ചതാണെന്ന് ഇതിൽ പരം തെളിവ് വേണോ ടീച്ചറെ? മണ്ടന്മാർ ലണ്ടനിൽ. UK പാർലമെന്റിൽ സംഘടിപ്പിച്ച ചടങ്ങ് എന്നൊക്കെ കണ്ടപ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നി. സർട്ടിഫിക്കറ്റിൽ പേരിനൊപ്പം CPIM എന്ന് കണ്ടപ്പോൾ ഒരു സംശയം. ചുമ്മാ ഗൂഗിളിൽ ഒന്ന് പരതി നോക്കി. തെക്കേടത്തമ്മ പുരസ്കാരത്തിന് ഇതിലും വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായി. മന്നിച്ചിടപ്പാ, ടീച്ചർക്ക് പണ്ട് അമേരിക്കയിൽ നിന്നും വിളി വന്നത് ഇന്നും ഓർമ്മയുണ്ട്. പാർട്ടി ക്ലാസ്സുകളിൽ സഖാക്കന്മാരെ പറ്റിക്കാൻ അടുത്ത സംഗതി കിട്ടി. വിളി വന്നതേ അമേരിക്കൻ ജംഗ്ഷനിലല്ലേ. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം മിയാമി ബീച്ച് ടു വാഷിംഗ്ടൺ? കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഒരു കമന്റ്: അമേരിക്കയിലേക്ക് മാസ്ക് കയറ്റി അയച്ച് PP കിറ്റിൽ കമ്മീഷൻ കൈപ്പറ്റിയ ബുധൻ മുതൽ പ്ലൂട്ടോ വരെയുള്ള ഗ്രഹങ്ങളിൽ താമസിക്കുന്ന മലയാളികളുടെ മുക്തകണ്ഠം പ്രശംസ ഏറ്റുവാങ്ങിയ തുന്നൽ ടീച്ചറമ്മയുടെ മുന്നിൽ UK ജീവിക്കാൻ പിച്ചപാത്രമായി ചെന്ന് കയറിയ കുഞ്ചി ബുദ്ധി അന്തക്കമ്മികളുടെ സ്റ്റഡി സെന്റർ ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഇംഗ്ലീഷിലെ തെക്കേടത്തമ്മ പുരസ്കാരം നേടിയ പൊങ്കാല ഇഷ്ടികയ്ക്ക് അഭിനന്ദനങ്ങൾ. പൊങ്കാല ഇടരുത്. ഒരു കമന്റ്: ഫോട്ടോ കണ്ടിട്ട് എന്തോ ഒരു തകരാറ് പോലെ തോന്നിയോ? ഇത് ഏത് വേൾഡ് റെക്കോർഡ്? കമ്പനിയാണ് പോലും പാർട്ടിയുടെ പേരൊക്കെ വെച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത്. അതെ, നമ്മുടെ സ്വന്തം കമ്പനി. ഒരു കമന്റ്: ആ മാളിയേക്കൽ തറവാട്ടുകാരോട് ഒരു പാട്ടുകൂടി പാടി ആഘോഷിക്കൂ. ലേശ ഉളുപ്പ്. കഷ്ടം. നല്ല കാശ് കൊടുത്ത് വല്ല കൊള്ളാവുന്ന PR ഏജൻസിയെ പണിയേൽപ്പിക്കൂ. മേയർക്ക് ബ്രാക്കറ്റിൽ എന്തിനാ ടീച്ചറെ CPM-ഉം BJP-യും എന്നൊക്കെ? ടീച്ചറാണ് ടീച്ചറെ, ശരിക്കും ടീച്ചർ. ഷൈ ലെജൻഡ് ടീച്ചർ. അടുത്തൊരു കമന്റ്: ഏറ്റവും പ്രായം കുറഞ്ഞ കള്ളി. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ? ഒരു കമന്റ് ഇങ്ങനെയാണ്: ടീച്ചറമ്മേ, കേരളം മൊത്തം പൊട്ടന്മാരായ കമ്മികളെ പോലെയാണെന്ന് കരുതരുത്. ഒരു പ്രൈവറ്റ് സ്ഥാപനം അങ്ങോട്ട് കാശ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ഒരു ഉഡായിപ്പ് അവാർഡ് നൽകുന്നു. അത് ബ്രിട്ടീഷ് പാർലമെന്റ് ഹാളിൽ ആണ് എന്ന് മാത്രം. അതായത് നമ്മുടെ നിയമസഭാ മന്ദിരം ഹാൾ വാടകയ്ക്കെടുത്ത് ഏതെങ്കിലും സ്വകാര്യ പാർട്ടി ഒരു ഷോ നടത്തുന്നു. അത്രേ ഉള്ളൂ ഈ അവാർഡ്. ഈ വർഷം തന്നെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് അങ്ങനെ കുറെ പേർക്ക് കിട്ടി. പിന്നെ KM മാണി, മോൺസൺ മാവുങ്കൽ എന്നിവർക്കും കിട്ടി. ആ നിരയിലേക്ക് ഇതാ നമ്മുടെ മേയറും. ഇതേ M-ൽ തുടങ്ങുന്നവർക്ക് കിട്ടുന്ന അവാർഡാണോ? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, മാണി, മോൺസൺ മാവുങ്കൽ, പിന്നെ മേയർ. അവാർഡ് പച്ചക്കളർ, കോട്ട് പച്ചക്കളർ, ഒരു ലീഗ് മയം ടീച്ചറെ. നല്ല മനസ്സിലിരിപ്പ്. ഒരു കമന്റ്:
UK പുഞ്ചിരി ആർട്സ് ക്ലബിൽ അങ്ങോട്ട് അപേക്ഷ കൊടുത്തിട്ട് വിമാന ടിക്കറ്റ് വരെ സർക്കാർ ചെലവിലെടുത്ത് അവിടെ പോയി അവാർഡ് വാങ്ങിച്ചിട്ട് പറയുകയാ ഞങ്ങൾക്ക് UK പാർലമെന്റ് അവാർഡ് നൽകി ആദരിച്ചെന്ന്. കുഞ്ഞാവയുടെ ഓരോ കുസൃതികൾ നോക്കണേ. പേരിനൊപ്പം ആര്യ രാജേന്ദ്രൻ CPIM എന്നും സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഏതോ ഡിഗ്രിയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. എന്തായാലും ഫോട്ടോ സൂം ചെയ്ത് നോക്കൂ. ഇതൊക്കെ ഒരു സംസ്ഥാനത്തിന്റെ അഭിമാന നിമിഷങ്ങളാകുന്നത് എങ്ങനെയാ? താങ്കളെ പോലെയുള്ളവർ ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് സ്വയം തരം താഴരുത്. പുഞ്ചിരി ആർട്സ് ക്ലബിലെ കുഞ്ഞാവ. ഒരു കമന്റ് ഇങ്ങനെയാണ്: ഇത്രയും മണ്ടന്മാർ ഈ ലോകത്തുണ്ടല്ലോ, തിരുവനന്തപുരത്ത് വികസനം നടത്തിയതിന് UK അവാർഡ്, പിന്നെ UK വികസനം നടത്താൻ പറ്റുമോ? ദാ ഒരു കമന്റ് നോക്കിയേ: പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ഇഷ്ടിക മറിച്ച് വിറ്റ വകയാണോ? ഇഷ്ടിക മറിച്ചല്ലല്ലോ, നൂത്ത് വെച്ച് തന്നെ വിറ്റത്. ആദ്യം ഞാൻ UK എന്ന് വായിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള UK ഉച്ചക്കടയാണെന്ന് കരുതി. ഉച്ചക്കർക്ക് പറയരുതേ. തള്ളയും പിള്ളയും കപ്പിത്താനും ഒക്കെ തള്ളാൽ മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതാ ഒരു കമന്റ്. ഈ ജാതി തള്ളൽ. ഇവർ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. എല്ലാരും ഒന്ന് ചിരിച്ച്, അങ്ങനെയല്ല, ഇതാ ഇങ്ങനെ. അപ്പോ ഇന്നത്തെ കസർത്ത് കഴിയുകയാണ്. കവലയിൽ വീണ്ടും കാണാം. എല്ലാവരും ഓക്കെ അല്ലേ? ബൈ ദ ബൈ, ഓൾ ദി ബെസ്റ്റ്.